1 കോടി അക്കൗണ്ടിൽ വന്നില്ലേ? ഓ 1 കോടി വന്നു. ആഹാ, കൺഗ്രാറ്റുലേഷൻ പറയാൻ വിളിച്ചതാണ്. നമ്മള് ടാക്സ് കഴിഞ്ഞിട്ട് 98 ലക്ഷം രൂപ. അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ 1 കോടി രൂപ കിട്ടുമെന്നുള്ളത്? അല്ല 1 കോടി അല്ലല്ലോ അല്ലെ? മുമ്പ് വേറെ സംഖ്യകളൊക്കെ കിട്ടിയിട്ടില്ലേ? കഴിഞ്ഞ 1 വർഷം മുന്നേ 50 ലക്ഷം രൂപ ബോച്ചേന്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും 1 കോടിന്റെ ചെക്ക് ബോച്ചേന്റെ അടുത്ത് നിന്ന് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നല്ല എന്റെ വരുമാനം, മൊത്തം ഏകദേശം 4 കോടിയിലധികം 5 കോടിന്റെ അടുത്ത് വരുമാനം എനിക്ക് വാങ്ങാൻ പറ്റി. താങ്ക് യു ബോച്ചെ, താങ്ക് യു. എന്നോട് താങ്ക് യു പറയേണ്ട കാര്യമില്ല, കാരണം എന്റെ പഞ്ചലൈൻ ഉണ്ടല്ലോ, ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ് ഓർ അണ്ടിൽ യു ഡൈ. ഒന്നില്ലെങ്കിൽ നേടുന്നത് വരെ അല്ലെങ്കിൽ ചാവുന്നത് വരെ. അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങള് അത് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി. എനിക്ക് ഇതേപോലെ ഡെയിലി 30,000 ഒരു രണ്ട് വർഷത്തിലധികം ഡെയിലി 30,000 വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫിജിക്കാർഡ് ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു നേട്ടമാണ്. അധികം പറയണ്ട, അടുത്തുള്ളവരൊക്കെ കട വാങ്ങാൻ വരും. ഇതുവരെ ഇല്ലാത്ത ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ ആൾക്കാർ വരും, ലോട്ടറി അടിക്കണ പോലെ. ഒരു കാര്യം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു തന്നാ മതിയോ? കാരണം ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യണ്ടേ, നമുക്ക് ഡെവലപ്മെന്റ് നടത്തണ്ടേ? ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ? മലയാളികളിലെ ചിലവർക്കൊക്കെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവര് ദുഷ്പഠിക്കും. അത് മനുഷ്യന്റെ ഒരു അസൂയക്കും വരുന്നില്ല എന്നുള്ളത്, കഷണ്ടിക്കും വരുന്നില്ല. പക്ഷെ മുടി വളരാൻ ബോച്ചെ ഹെയർ ഓയിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ കഷണ്ടിക്ക് മരുന്നുണ്ടാക്കാൻ നമുക്ക്, പക്ഷെ അസൂയക്കും വരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വപ്ന ഈ ഫിജിക്കാട്ടിൽ വരുന്നതിന് മുമ്പുള്ള ലുക്കും ഇപ്പോഴത്തെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഗ്ലാമർ കൂടിയുണ്ട്. ഗ്ലാമറും കാറ്, വീട്, സൗകര്യങ്ങളും ഒക്കെ കൂടെ വരുമ്പോ ഭർത്താവിനെ മറക്കണ്ട, വേറെ കല്യാണം ഒന്നും കഴിക്കല്ലേ. എത്രയാ വിദ്യാഭ്യാസം? 8ാം ക്ലാസ്സും കുസ്തിയാണോ? അയ്യോ, ഓക്കെ. 8ാം ക്ലാസ് പഠിച്ച നിങ്ങൾ എത്രയോ ഡിഗ്രി ഉള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ ക്ലാസ് കൊടുത്ത് അവരെ ബിസിനസ് പഠിപ്പിച്ച് അവര് എത്രയോ ആയിരക്കണക്കിന് പേര് കുടുംബം നടത്തുന്നുണ്ട്. ഇപ്പൊ ലക്ഷങ്ങൾ ലഭിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വളർത്തിയെടുത്തല്ലോ. അതൊരു പെണ്ണ് 8ാം ക്ലാസ് പഠിച്ച, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരു സ്ത്രീകൾക്ക് ഒരു യു ആർ ദ റിയൽ റോൾ മോഡലാണ് ആ കാര്യത്തിൽ. ഞാൻ അയ്യോ, എന്നോടൊന്നും നന്ദി പറയണ്ട, സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയുള്ളൂ. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല. വീണ്ടും മലയാളി, നാളെയുടെ പോരാളി, മണ്ണിൽ അവൻ നേടി ലോകമാകെ പാടരുന്നേ. വീണ്ടും മലയാളി, നാളെയുടെ പോരാളി, പിറന്ന മണ്ണിൽ അവൻ നേടി ലോകമാകെ പാടരുന്നേ. പറഞ്ഞുതരാം. കൽബില് കനിവില കൗമിന് നടുവില് മരിവഴി പെരുവഴി നടന്നവനൊടുവില് അറബിലൊരഴിയില് കഴിമര കുരുക്കില് മനമത് പെട്ടപ്പെട്ട നീറി ഓ മനസ്സിലെ വ്യതയം മോദി കഥ കേരമരങ്ങൾ തൂകി ഓനുമാനെ കാണാൻ പൂതി അതിനൊരുമ്പെട്ടിറങ്ങി ബോബി. കരുതലിനൊരു കാവലായി തിരികെ പിടിച്ചൊരാ ജീവന്, തോൽക്കാതെയാ മരുമണ്ണിൽ നിന്ന് പുതുജീവൻ തന്നൊരാ മുത്തിന്, നന്ദിയോടെ ഓർക്കുന്നു കൈനീട്ടി കെഞ്ചിയൊരാ കർമ്മത്തിന്.